സർവേഭ്യോ നമസ്കാരഃ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രയോഗങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. പ്രയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ വാക്യങ്ങൾ. ഓക്കെ, വാക്യങ്ങൾ ഉണ്ടാക്കുവാനുള്ള നിയമങ്ങളാണ് ഈ പ്രയോഗത്തിൽ പറയുന്നത്. ത്രയഃ പ്രയോഗാഃ സന്തി. 3 പ്രയോഗങ്ങളാണ് ഉള്ളത് സംസ്കൃതത്തിൽ. ഓക്കെ, ഏതൊക്കെയാണ്? കർത്തരി പ്രയോഗഃ, കർമ്മണി പ്രയോഗഃ, ഭാവേ പ്രയോഗഃ. ഇങ്ങനെ 3 പ്രയോഗങ്ങളാണ് ഉള്ളത്. അതിൽ പ്രഥമ പ്രയോഗമാണ് കർത്തരി പ്രയോഗഃ. അപ്പൊ ഇതിന്റെ നിയമങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ നിയമം, ഈ കർത്തരി പ്രയോഗത്തില് കർത്തൃപദ പ്രാധാന്യം, അതായത് കർത്തരി പ്രയോഗത്തില് കർത്തൃപദത്തിനായിരിക്കും പ്രാധാന്യം. ഓക്കെ, ഇനി രണ്ടാമത്തെ നിയമം, ഈ കർത്തരി പ്രയോഗത്തില് കർത്ത പ്രഥമാ വിഭക്തി ഭവതി. ഈ കർത്തരി പ്രയോഗത്തില് കർത്ത എന്ന് പറഞ്ഞാൽ കർത്തൃപദം പ്രഥമ വിഭക്തിയിൽ ആയിരിക്കും. ഓർത്തു വെക്കണേ, കർത്തരി പ്രയോഗത്തിൽ കർത്തൃപദം പ്രഥമ വിഭക്തിയിൽ ആയിരിക്കും. കർമ്മപദം, കർമ്മ എന്ന് പറഞ്ഞാൽ കർമ്മപദം ദ്വിതീയ വിഭക്തി, കർമ്മപദം ദ്വിതീയ വിഭക്തിയിൽ ആയിരിക്കും. ഓക്കെ, ഇനി കർത്തുഃ വചനാനുസാരം ക്രിയാവചനം. കർത്താവ് ഏത് വചനത്തിലാണോ ഉള്ളത് അതേ വചനത്തിലായിരിക്കും ക്രിയയും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ ഒരു 4 നിയമങ്ങള് നമ്മൾ കർത്തരി പ്രയോഗത്തിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, കർത്തൃപദ പ്രാധാന്യം കൊണ്ടാണ് കർത്തരി പ്രയോഗം ഉണ്ടാകുന്നത്. കർത്ത എപ്പോഴും പ്രഥമ വിഭക്തിയിലായിരിക്കും, കർമ്മ ദ്വിതീയ വിഭക്തിയിലായിരിക്കും. പിന്നെന്താ പറയാ, കർത്താവിന്റെ വചനാനുസാരമായിരിക്കും ക്രിയയുടെ വചനം ഉണ്ടാവുക. കർത്താവ് ഇപ്പോൾ ഏകവചനത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ അതേ ഏകവചനത്തിൽ തന്നെ ആയിരിക്കും ക്രിയയും ഉണ്ടാവുക. കർത്താവ് ദ്വിവചനമാകുമ്പോൾ ക്രിയ ദ്വിവചനത്തിലേക്ക് മാറും. കർത്താവ് ബഹുവചനമാകുമ്പോൾ ക്രിയ ബഹുവചനത്തിലേക്ക് മാറും. അപ്പൊ നമ്മള് എന്താ പറയാ, നാമപദത്തിന്റെ 3 വചനങ്ങളും ക്രിയയുടെ 3 വചനങ്ങളും നമ്മൾ പഠിച്ചതാണ് അല്ലെ? അതെല്ലാം നമുക്ക് ഇവിടെ ആവശ്യമായി വരും. ഓക്കെ, അപ്പോൾ കർത്തരി പ്രയോഗത്തിന്റെ നിയമം ഇവയാണ്, മനസ്സിലാക്കി വെച്ചോളൂ. ഇനി അടുത്തതാണ് ഏതാണ്? കർമ്മണി പ്രയോഗഃ. ഓക്കെ, ഞാൻ ആ നിയമം ഒന്ന് എഴുതട്ടെ. കർമ്മണി നിയമാഃ. ഫസ്റ്റ് വൺ എന്താണ്? കർമ്മപദ പ്രാധാന്യം ഭവതി. കർമ്മണി പ്രയോഗത്തിൽ ഏതു പദത്തിനായിരിക്കും പ്രാധാന്യം? കർമ്മപദത്തിനായിരിക്കും പ്രാധാന്യം. ഇനി രണ്ടാമത്തെ നിയമം, കർത്ത തൃതീയ വിഭക്തി. കർമ്മണി പ്രയോഗത്തിൽ കർത്താവ് ഏത് വിഭക്തിയിലായിരിക്കും? തൃതീയ വിഭക്തി. അപ്പോൾ കർമ്മപദമോ? കർമ്മപദം പ്രഥമ വിഭക്തി. അപ്പോൾ കർമ്മണി പ്രയോഗത്തിൽ കർമ്മപദ പ്രാധാന്യമാണ് ഉള്ളത്. കർത്താവ് തൃതീയ വിഭക്തിയിലും കർമ്മം പ്രഥമ വിഭക്തിയിലും ആയിരിക്കും. ഇനി കർമാനുസാരം ക്രിയ. അനുസരിച്ചിട്ടായിരിക്കും ക്രിയയുടെ വചനം ഉണ്ടാവുക. കർമ്മത്തിന് ഏത് വചനമാണോ ഉള്ളത് ആ വചനത്തിലായിരിക്കും ക്രിയയുടെയും വചനം. ഇനി വേറൊരു നിയമം കൂടി, ധാതു പ്രത്യയോഹോ മധ്യേ യകാരഃ ദൃശ്യത്തെ. ധാതുവിനും പ്രത്യയത്തിനും ഇടയിൽ, കർമ്മണി പ്രയോഗത്തിൽ ധാതുവിനും പ്രത്യയത്തിനും ഇടയിൽ
ഏത് അക്ഷരം കാണപ്പെടുന്നു? യ എന്ന അക്ഷരം കാണപ്പെടുന്നു. ഓക്കെ, അപ്പൊ അതിനൊരു ഉദാഹരണം ഞാൻ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ദൃശ്യത്തെ. ഓക്കെ, ഇവിടെ ദൃശ്യധാതു ആണ്. അതുപോലെ തേ എന്ന പ്രത്യയം അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ധാതുവിനും പ്രത്യയത്തിനും ഇടയിൽ യ എന്ന അക്ഷരം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് കർമ്മണി പ്രയോഗത്തിന്റെ നിയമങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി, ഈ കർമ്മണി പ്രയോഗത്തിൽ ക്രിയാപദങ്ങളൊക്കെ തന്നെ ആത്മനേപദ സദൃശങ്ങളായിരിക്കും. ഓക്കെ, ആത്മനേപദ സദൃശങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മനേപദികൾ പഠിച്ചില്ലേ? വന്ദതേ, ഈക്ഷതേ, മോദതേ, സ്പർദ്ധതേ, അങ്ങനെ തേ എന്ന് വരുന്നില്ലേ? അതേപോലെ തേ എന്ന് വരുന്ന രീതിയിലുള്ള പ്രത്യയങ്ങളായിരിക്കും ഈ കർമ്മണി പ്രയോഗത്തിൽ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ പിന്നെ വേറൊരു നിയമം കൂടിയുണ്ട്. ഈ പ്രയോഗത്തിൽ, അതായത് കർമ്മണി പ്രയോഗത്തിൽ ആത്മനേപദികൾ അതേപോലെ പരസ്മൈപദികൾ എന്നീ വ്യത്യാസങ്ങൾ ഇല്ല. ഓക്കെ ആണല്ലോ? രണ്ടും ഒരേപോലെ തന്നെയാണ്. പഠ്യതേ, വന്ദ്യതേ, അതുപോലെ ഈക്ഷ്യതേ, മുദ്യതേ, ലിഖ്യതേ എന്നിങ്ങനെ പരസ്മൈപദ ആത്മനേപദ വ്യത്യാസം ഇവിടെ കാണില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയാ, കർത്തരി കർമ്മണി നമ്മൾ പഠിച്ചു. കർത്തരി പ്രയോഗത്തിൽ കർത്തൃപദത്തിനായിരിക്കും പ്രാധാന്യം, കർമ്മണി പ്രയോഗത്തിൽ കർമ്മപദത്തിനായിരിക്കും പ്രാധാന്യം. കർത്തരി പ്രയോഗത്തിൽ കർത്തൃപദം പ്രഥമ വിഭക്തിയിലും കർമ്മണി പ്രയോഗത്തിൽ കർത്തൃപദം തൃതീയ വിഭക്തിയിലുമായിരിക്കും. അതുപോലെ കർത്തരി പ്രയോഗത്തിൽ കർമ്മപദം ദ്വിതീയ വിഭക്തിയിലും കർമ്മണി പ്രയോഗത്തിൽ കർമ്മപദം പ്രഥമ വിഭക്തിയിലുമായിരിക്കും. പിന്നെ കർത്തരി പ്രയോഗത്തിൽ കർത്തൃപദത്തിന്റെ വചനത്തിനായിരിക്കും ക്രിയയുടെ വചനം, കർമ്മണി പ്രയോഗത്തിൽ കർമ്മപദത്തിന്റെ വചനം പോലെ ആയിരിക്കും ക്രിയയുടെയും വചനം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിയമങ്ങൾ. ഇത് പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ഇവ നമ്മൾ കാണാതെ പഠിച്ചേ മതിയാവും. കാരണം ഒരു വാക്യങ്ങളിൽ അല്ലെങ്കിൽ വാക്യങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ബുക്കുകളിൽ ഓരോരോ വാക്യങ്ങൾ നമ്മൾ കാണുമ്പോഴോ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും അവിടെ നിയമങ്ങൾ ഉണ്ടാവുക. ഓക്കെ, ചിലപ്പോൾ ദൃശ്യത എന്ന് കണ്ടാൽ അത് കംപ്ലീറ്റ് കർമ്മണി പ്രയോഗത്തിന്റെ വാക്യമായിരിക്കും. അതുപോലെ പഠതി എന്ന് കണ്ടാൽ കർത്തരി പ്രയോഗത്തിന്റെ വാക്യമായിരിക്കും. അങ്ങനെ ഓരോരോ വാക്യങ്ങളിലും ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ നിയമങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചേ മതിയാകും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ പ്രയോഗമാണ് ഭാവേ പ്രയോഗ. അവ നമുക്ക് നോക്കാം. ഭാവേ പ്രയോഗ നിയമാഹ. ഈ പ്രയോഗത്തിന്റെ നിയമങ്ങളിൽ ഫസ്റ്റ് വൺ വന്നിട്ട് അകർമ്മക ക്രിയാ ഭവതി. ഈ ഭാവേ പ്രയോഗത്തിലെ ക്രിയാപദങ്ങൾ എപ്പോഴും എന്തായിരിക്കും? അകർമ്മകങ്ങളായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തത്, ഭാവേ പ്രയോഗത്തിൽ കർത്തൃപദം എപ്പോഴും തൃതീയ വിഭക്തി ആയിരിക്കും. പിന്നെന്താ പറയാ, ഈ ഭാവേ പ്രയോഗത്തിൽ എന്തുണ്ടാവില്ല? കർമ്മപദം ഉണ്ടാവില്ല. പിന്നെ നാലാമത്തെ നിയമം, ക്രിയ, അതായത് ഈ ഭാവേ പ്രയോഗത്തിലെ ക്രിയ എപ്പോഴും പ്രഥമ പുരുഷ ഏകവചനേ ഭവതി. ഈ ഭാവേ പ്രയോഗത്തിലുള്ള ക്രിയാപദം എപ്പോഴും പ്രഥമ പുരുഷന്റെ ഏകവചനത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മറ്റു വചനങ്ങളോ മറ്റു പുരുഷന്മാരോ ഈ ഭാവേ പ്രയോഗത്തിന് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഭാവേ പ്രയോഗത്തിന്റെ നിയമങ്ങൾ എന്താന്ന് വെച്ചാൽ, ഈ പ്രയോഗത്തിലെ ക്രിയാപദങ്ങൾ എപ്പോഴും അകർമ്മകങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ കർമ്മം വരുന്ന ക്രിയാപദങ്ങൾ ആയിരിക്കില്ല. അതാണ് അകർമ്മക ക്രിയ. കർത്ത തൃതീയ വിഭക്തി, കർമ്മം ഉണ്ടാവില്ല, ക്രിയ പ്രഥമ പുരുഷ ഏകവചനത്തിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രയോഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് വാക്യങ്ങളുമായിട്ട്
നമുക്ക് ഈ പ്രയോഗങ്ങളെ കുറച്ചുകൂടി ആ വാക്യത്തിലൂടെ നമുക്ക് ഈ പ്രയോഗങ്ങളെ ഒന്നുകൂടി നമുക്ക് പഠിക്കാം. ഓക്കെ ഓക്കെ അപ്പൊ ഞാനിവിടെ 2 കോളങ്ങളിലായിട്ട് എന്താ പറയാ കർത്തരി പ്രയോഗത്തെയും കർമ്മണി പ്രയോഗത്തെയും എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കോളത്തിലെ കർത്തരി പ്രയോഗ വാക്യങ്ങളും രണ്ടാമത്തെ കോളത്തിലെ കർമ്മണി പ്രയോഗത്തിന്റെ വാക്യങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ കർത്തരി പ്രയോഗത്തിന്റെ വാക്യമാണെങ്കിൽ അവയെ എങ്ങനെ കർമ്മണിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ കർമ്മണി വാക്യമാണെങ്കിൽ എങ്ങനെ കർത്തരിയിലേക്ക് മാറ്റാം എന്നെല്ലാം നമുക്ക് ഈ ഒരു എന്താ പറയാ പഠനത്തിലൂടെ വ്യക്തമാകും. അപ്പോൾ ആദ്യത്തെ വാക്യം ഛാത്രഃ ശ്ലോകം പഠതി. ഇത് കർത്തരി പ്രയോഗത്തിന്റെ വാക്യമാണ്. മാത്രമല്ല ഞാനിവിടെ വർത്തമാന കാലത്തിന്റെ വാക്യങ്ങളാണ് എടുത്തിരിക്കുന്നത്, മറ്റൊരു കാലത്തിന്റെയും ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ അപ്പൊ ഇവിടെ ഛാത്രഃ ശ്ലോകം പഠതി. ഇവിടെ കർത്തരി പ്രയോഗത്തിന്റെ നിയമാനുസൃതം കർത്തൃപദം പ്രഥമ വിഭക്തിയാണ്. കർത്തൃപദം ഏതാണ്? ഛാത്രഃ. അതുപോലെ കർമ്മപദം ദ്വിതീയ വിഭക്തിയിലായിരിക്കണം. ഏതാണ് കർമ്മപദം? ശ്ലോകം. ശ്ലോകഃ എന്ന പുല്ലിംഗ പദമാണ്, അത് കർമ്മത്തിലേക്ക് വരുമ്പോൾ ദ്വിതീയയാകും. ഓക്കെ അപ്പൊ അവിടെ ശ്ലോകം. പിന്നെന്താ? പഠതി ക്രിയാപദം. അപ്പൊ ഇവിടെ കർത്താവ് ഏത് വചനത്തിലാണോ അതേ വചനത്തിലായിരിക്കണം ക്രിയയും എന്ന് കർത്തരി പ്രയോഗത്തിലുണ്ട്. അപ്പൊ കർത്താവ് അതായത് ഛാത്രഃ എന്നത് ഏകവചനത്തിലാണ്, അതുകൊണ്ട് പഠതി എന്ന ക്രിയാപദവും ഏകവചനത്തിലാണ്. ഓക്കെ അപ്പൊ ഈ ഒരു വാക്യത്തെ നമ്മൾ കർമ്മണിയിലേക്ക് മാറ്റുമ്പോൾ കർത്താവ് തൃതീയ വിഭക്തിയിലായിരിക്കണം. കർത്തരി പ്രയോഗത്തിലത്തെ കർത്താവ് കർമ്മണിയിലേക്ക് വരുമ്പോൾ അവ തൃതീയയിലേക്കാകും. അപ്പോൾ ഛാത്രഃ ഛാത്രേണ. അതുപോലെ കർമ്മപദം പ്രഥമയിലേക്ക് മാറും. ശ്ലോകം എന്നതിന്റെ പ്രഥമ വിഭക്തി ശ്ലോകഃ. അതുപോലെ പഠതി എന്ന ക്രിയാപദം പഠധാതുവിന്റെയും തീ എന്ന പ്രത്യയത്തിന്റെയും ഇടയിൽ യാ എന്ന് കാണാം. പക്ഷെ ഇവിടെ തീയാണെങ്കിൽ ഇവിടെ തേ എന്ന ആത്മനേപദ സദൃശമായിട്ടുള്ള പ്രത്യയമായിരിക്കും കർമ്മണി പ്രയോഗത്തിൽ ഉണ്ടാവുക. ഓക്കെ അപ്പോൾ ഛാത്രഃ ശ്ലോകം പഠതി ഛാത്രേണ ശ്ലോകഃ പഠ്യതേ. ഇവിടെ വിദ്യാർത്ഥി ശ്ലോകം പഠിക്കുന്നു, വിദ്യാർത്ഥിയാൽ ശ്ലോകം പഠിക്കപ്പെടുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ശ്ലോകത്തെ എന്നാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ മലയാളത്തിലുള്ള ഒരു എന്താ പറയാ പ്രയോഗം നമ്മൾ ശ്ലോകത്തെ എന്ന് ഉപയോഗിക്കാത്തത് കൊണ്ട് ശ്ലോകം പഠിക്കുന്നു എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സംസ്കൃതത്തിൽ ശ്ലോകത്തെ പഠിക്കുന്നു എന്നാണ്. ഓക്കെ ഇവിടെ വരുമ്പോൾ ശ്ലോകം പഠിക്കപ്പെടുന്നു എന്നാകും. അപ്പൊ പഠതി പഠ്യതേ, പഠിക്കുന്നു പഠിക്കപ്പെടുന്നു എന്നാകും. രണ്ടും വർത്തമാനകാലമാണേ. അടുത്ത എക്സാമ്പിൾ സാ ഷാഠികാം ക്ഷാളയതി. അവൾ സാരി കഴുകുന്നു, വൃത്തിയാക്കുന്നു, അലക്കുന്നു. ഓക്കെ ഈ ഒരു കർത്തരി വാക്യത്തെ കർമ്മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സാ എന്നത് കർത്തൃപദം, ഷാഠികാം എന്നത് കർമ്മപദം, ക്ഷാളയതി എന്നത് ക്രിയാപദം. അപ്പോൾ ഇവിടെ അലക്കുന്നു. ആരാണ് അലക്കുന്നത്? സാ അവൾ. അവൾ എന്തിനെ അലക്കുന്നു? സാരിയെ. ഓക്കെ അപ്പോൾ സാ കർത്തൃപദം, ഷാഠികാം കർമ്മപദം, ക്ഷാളയതി ക്രിയാപദം. അപ്പൊ അവിടെയുള്ള കർത്തൃപദമായ സാ കർമ്മണി പ്രയോഗത്തിലേക്ക് വരുമ്പോൾ എന്താവും? സാ എന്നതിന്റെ തൃതീയ വിഭക്തി തയാ. ഓക്കെ അപ്പൊ കർത്തൃപദം തൃതീയയിൽ വന്നു. ഇനി ഇവിടത്തെ ഷാഠികാം എന്ന കർമ്മപദം ഇവിടെ പ്രഥമയിൽ വരണം. അപ്പൊ ഷാഠികാം എന്നതിന്റെ പ്രഥമ ഷാഠിക. ക്ഷാളയതി എന്നതിന്റെ കർമ്മണിക്രിയ ക്ഷാള്യതേ.
ഓക്കെ, അവിടെ അലക്കുന്നു, ഇവിടെ അലക്കപ്പെടുന്നു. ഓക്കെ, ഇനി അടുത്തത് ശിഷ്യഃ ഗുരും നമതി. ശിഷ്യൻ ഗുരുവിനെ നമിക്കുന്നു. നമിക്കുന്നത് ആരാണ്? ശിഷ്യൻ. ആരെ നമിക്കുന്നു? ഗുരുവിനെ നമിക്കുന്നു. ശിഷ്യഃ കർത്തൃപദം, ഗുരും എന്നത് കർമ്മപദം, നമതി ക്രിയാപദം. അപ്പൊ അവിടത്തെ ശിഷ്യനായ കർത്തൃപദം ഇവിടെ വരുമ്പോൾ ശിഷ്യേണ. ഗുരും എന്ന കർമ്മപദം കർമ്മണിയിലേക്ക് വരുമ്പോൾ ഗുരുഹു പ്രഥമ വിഭക്തി. നമതി എന്നത് നമ്യതേ എന്നാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കർത്തരിയുടെയും കർമ്മണിയുടെയും നിയമങ്ങൾ നമുക്ക് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ ഇവയുടെ മാറ്റം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അഹം കഥാം ശൃണോമി. ഞാൻ കഥ കേൾക്കുന്നു. അവിടെ കേൾക്കുന്ന വ്യക്തി ആരാണ്? അഹം, ഞാൻ. എന്തിനെ കേൾക്കുന്നു? കഥയെ കേൾക്കുന്നു. അഹം എന്നത് കർത്തൃപദം, കഥാം എന്നത് കർമ്മപദം, ശൃണോമി എന്നത് ക്രിയാപദം. അപ്പോൾ കർത്തരി പ്രയോഗത്തിൽ കർത്താവ് എപ്പോഴും പ്രഥമ വിഭക്തിയിലായിരിക്കും, കർമ്മം ദ്വിതീയ വിഭക്തിയിലായിരിക്കും. കർമ്മണിയിലാണെങ്കിൽ കർത്താവ് തൃതീയ വിഭക്തിയിലും കർമ്മം പ്രഥമ വിഭക്തിയിലുമായിരിക്കും. അപ്പൊ ഇവിടെ ഒരു കുറച്ച് കൺഫ്യൂഷൻ വരാൻ ഒരു ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ അഹം എന്ന ഉത്തമ പുരുഷന്റെ കർത്തൃപദമാണ് അല്ലെ. ഇവിടെ വരുമ്പോൾ എങ്ങനെ വരും എന്ന് നോക്കാം. അഹം കഥാം ശൃണോമി. അഹം എന്ന കർത്തൃപദത്തിന്റെ തൃതീയ വിഭക്തി ആയിരിക്കണം കർമ്മണിയിലേക്ക് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ അഹം എന്നതിന്റെ തൃതീയ വിഭക്തി എന്താണ്? മയ. അപ്പൊ മയ എന്നുള്ള കർത്തൃപദം തൃതീയയിലായി. ഇനി കഥാം എന്ന കർമ്മപദം ഈ കർമ്മണി പ്രയോഗത്തിൽ വരുമ്പോൾ പ്രഥമയാകണം. അപ്പൊ കഥാം എന്നതിന്റെ പ്രഥമ കഥ. അതുപോലെ ശൃണോമി, ഇവിടെ എന്താ പറയാ, ഉത്തമ പുരുഷന്റെ കർത്തൃപദമായതുകൊണ്ട് അതേ ഉത്തമ പുരുഷന്റെ തന്നെ ക്രിയാപദം ശൃണോമി എന്ന് നമ്മൾ കർത്തരി പ്രയോഗത്തിൽ ചേർത്തു. പക്ഷേ ഇവിടെ വരുമ്പോൾ അവിടെ കർത്തരി പ്രയോഗത്തിൽ കർത്തൃപദത്തിന്റെ പ്രാധാന്യമാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ കർമ്മപദത്തിനായിരിക്കും പ്രാധാന്യം. എങ്കിൽ അപ്പൊ ഇവിടെ കർമ്മം ഏതാണ്? കഥ. കഥ എന്നത് എന്താ പറയാ, ഏകവചനമാണ്. അതുകൊണ്ട് ശ്രൂയത്തെ എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയാ, അവിടെ കർത്താവിനനുസരിച്ചിട്ട് ക്രിയ മാറി. പക്ഷെ ഇവിടെ കർത്താവിനല്ല, ഇവിടെ കർമ്മത്തിനനുസരിച്ചിട്ടാണ് മാർഗ. ഇവിടെ കഥ എന്ന കർമ്മത്തിനനുസരിച്ചിട്ടാണ് ശ്രൂയത്തെ എന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ഒരിക്കലും അഹമാണോ ത്വമാണോ എന്നീ നാമപദങ്ങളല്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്താ പറയാ, മറ്റ് ഉത്തമ പുരുഷന്റെ മധ്യമ പുരുഷന്റേതായിട്ടുള്ള ക്രിയാപദം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കർത്തരി പ്രയോഗത്തിൽ മാത്രമേ കർത്താവിനനുസരിച്ചിട്ടുള്ള ക്രിയ, കർമ്മണി പ്രയോഗത്തിലാവുമ്പോൾ ഈ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ക്രിയയാണ്. കഥ എന്നത് ശ്രൂയതേ എന്നായിരിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാല് ഈ കഥ എന്നതിന്റെ സ്ഥാനത്ത് അഹമാണെങ്കിൽ അവിടെ ശ്രൂയേ എന്ന് വന്നേനെ. ഓക്കെ, ഇപ്പോ എന്താ പറയാ, ശ്രൂയതേ പ്രഥമ പുരുഷന്റെ ഏകവചനത്തിന്റെ ക്രിയാപദമാണ്. അതുപോലെ 3 പുരുഷന്മാരിലും ഇതുപോലെയുള്ള ക്രിയാപദങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ അഹമാകുമ്പോൾ ശ്രൂയേ എന്ന് വന്നേനെ. പക്ഷെ ഇവിടെ അഹമല്ല, അതുകൊണ്ട് ശ്രൂയത്തെ. ഓക്കെ, ആ ഒരു കർത്താവിന്റെയും കർമ്മത്തിന്റെയും മാറ്റത്തിനനുസരിച്ചിട്ടാണ് ക്രിയകൾക്ക് മാറ്റം സംഭവിക്കുന്നത്. ഓക്കെ, വ്യക്തമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ബാലകഃ വിദ്യാലയം ഗച്ഛതി. ബാലകൻ വിദ്യാലയത്തിലേക്ക് പോകുന്നു അല്ലെ. ബാലകഃ കർത്തൃപദം, വിദ്യാലയം കർമ്മപദം, ഗച്ഛതി ക്രിയാപദം. അപ്പൊ അവിടെയുള്ള ബാലകഃ എന്ന കർത്തൃപദം ഇവിടെ വരുമ്പോൾ ബാലകേന. വിദ്യാലയം എന്ന കർമ്മപദം ഇവിടെ വരുമ്പോൾ വിദ്യാലയഃ എന്ന പ്രഥമ വിഭക്തി പ്രാപിക്കും. ഗച്ഛതി എന്നത് ഗം ധാതുവാണ്. അതിനൂടെ കർമ്മണി എന്താ പറയാ, ക്രിയയുടെ പ്രത്യയമായ തേ എന്ന് വന്നു. അതോടൊപ്പം യ എന്ന ധാതുവിനും പ്രത്യയത്തിനും ഇടയിൽ യകാരവും വന്നു. ഗമ്യതേ.
ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. നമ്മൾ നേരത്തെ അഹം കഥാം ശൃണോമി എന്ന് പഠിച്ചു. ഇപ്പൊ ഇവിടെ ത്വം ആസന്താൻ മാർജയസി, നീ കസേരകളെ എന്താ പറയാ തുടയ്ക്കുന്നു. അപ്പോൾ ഇവിടെ ത്വം എന്ന മധ്യമ പുരുഷന്റെ കർത്തൃപദമാണ്, ആസന്താൻ കർമ്മപദമാണ് ബഹുവചനം, മാർജയസി എന്താ പറയാ കർത്തൃപദം മധ്യമ പുരുഷനായതുകൊണ്ട് ക്രിയാപദവും മധ്യമ പുരുഷന്റെ തന്നെ ഉപയോഗിച്ചു. അപ്പോൾ കർത്തരി പ്രയോഗത്തിലെ ത്വം എന്ന കർത്തൃപദം കർമ്മണിയിലേക്ക് വരുമ്പോൾ അത് ത്വയ ആകും. ഓക്കെ, അതുപോലെ ആസന്താൻ എന്ന കർമ്മപദത്തിന്റെ കർമ്മണി പ്രയോഗത്തിലേക്ക് വരുമ്പോൾ അത് ആസന്താഹ എന്ന് പ്രഥമ വിഭക്തിയിൽ വരും. പിന്നെ മാർജയസി എന്നത് മാർജ്യന്തേ എന്നാവും. കാരണം എന്താ, അവിടെ മധ്യമ പുരുഷന്റെ കർത്താവിനനുസരിച്ചിട്ടാണ് ക്രിയ വന്നിരിക്കുന്നത്, ഇവിടെ കർമ്മപദത്തിനനുസരിച്ചിട്ടാണ് ക്രിയ വന്നിരിക്കുന്നത്. കർമ്മപദം ആസന്താഹ എന്നത് ബഹുവചനത്തിൽ ആയതുകൊണ്ട് മാർജ്യന്തേ എന്ന് ബഹുവചനത്തിൽ കൊടുത്തു. അപ്പൊ ഇവിടെ നോക്കൂ, പ്രഥമ പുരുഷനിൽ വരുന്ന നാമപദങ്ങൾ ആയതുകൊണ്ടാണ് മാർജ്യന്തേ എന്ന് വന്നത്. ഇവിടെ മറ്റു പുരുഷന്മാര് ഉത്തമ പുരുഷനോ മധ്യമ പുരുഷന്റേതായിട്ടുള്ള നാമപദങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ ക്രിയാപദങ്ങൾ ഇവിടെ മാറും. ഓക്കെ, അങ്ങനെ നമ്മൾ കർത്താവിനനുസരിച്ചിട്ട് നമ്മൾ കർത്തരി പ്രയോഗത്തിൽ ശ്രദ്ധിക്കണം, കർമ്മത്തിനനുസരിച്ചിട്ട് കർമ്മണി പ്രയോഗത്തിൽ ശ്രദ്ധിക്കണം. അടുത്തത് ശിഷ്യഃ ഗുരും സേവതേ. അവിടെ സേവത്തെ എന്നുള്ളത് ആത്മനേപദ ക്രിയയാണ്. അപ്പൊ ശിഷ്യഃ എന്നതിന്റെ തൃതീയ വിഭക്തി ശിഷ്യേണ, ഗുരും എന്നതിന്റെ പ്രഥമ വിഭക്തി ഗുരുഹു, സേവത്തെ എന്നതിന്റെ ക്രിയ കർമ്മണി ക്രിയ സേവ്യത്തെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കർത്തരിയുടെയും കർമ്മണിയുടെയും നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ നിയമങ്ങൾ അറിഞ്ഞാൽ ഇവ സിമ്പിളായിട്ട് നമുക്ക് എന്താ പറയാ മനസ്സിലാക്കുവാനും അത് പ്രയോഗിക്കുവാനും നമുക്ക് സാധിക്കും. ഇനി അടുത്തത് കർത്തരി പ്രയോഗത്തിൽ നിന്ന് എങ്ങനെ ഭാവ്യ പ്രയോഗത്തിലേക്ക് മാറ്റാം എന്നാണ്. അപ്പോൾ ഈ ഭാവ്യ പ്രയോഗത്തില് ഉള്ള ക്രിയാപദങ്ങള് അകർമ്മക ക്രിയാപദങ്ങൾ ആയിരിക്കും, അകർമ്മക ക്രിയാപദങ്ങൾ ആയിരിക്കും. ഓക്കെ, എങ്ങനെ അകർമ്മകങ്ങളെ തിരിച്ചറിയാം ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഇപ്പോ പഠതി എന്ന ക്രിയാപദം ഉണ്ടെങ്കിൽ ആ ക്രിയാപദത്തിനോട് നമ്മൾ ദ്വിതീയ വിഭക്തിയിലുള്ള ചോദ്യങ്ങളെ ചോദിക്കുമ്പോൾ ദ്വിതീയ വിഭക്തിയിൽ തന്നെ ഉത്തരം കിട്ടുകയാണെങ്കിൽ അവ സകർമ്മകങ്ങൾ ആയിരിക്കും. അപ്പോൾ പഠതി എന്ന ഉദാഹരണം എടുക്കുമ്പോൾ പഠിക്കുന്നു, എന്തിനെ പഠിക്കുന്നു, അപ്പോൾ പുസ്തകത്തെ പഠിക്കുന്നു. അപ്പോൾ ഇവിടെ എന്തിനെ എന്നത് ദ്വിതീയ വിഭക്തിയിലുള്ള ചോദ്യമാണ്. അപ്പോൾ അതിനുള്ള ഉത്തരവും അതായത് പുസ്തകത്തെ എന്നത് ദ്വിതീയ വിഭക്തിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പഠതി എന്നിവ സകർമ്മകങ്ങളാണ്. അതുപോലെ അകർമ്മക ക്രിയാപദങ്ങളിൽ ക്രിയയോട് ചോദ്യം ചോദിക്കുമ്പോൾ അതായത് ദ്വിതീയ വിഭക്തിയിലുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ദ്വിതീയ വിഭക്തിയിൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവ അകർമ്മകങ്ങളായിരിക്കും. ഉദാഹരണത്തിന് നമ്മൾ രുദ്യതേ അല്ലെങ്കിൽ രോദിതി എന്നെടുക്കാം. കരയുന്നു എന്നാണ് അല്ലെ, കരയുന്നു. അപ്പോൾ എന്തിനെ കരയുന്നു എന്ന് ചോദിച്ചാല് നമുക്ക് ഉള്ള ഉത്തരം എന്ന് പറഞ്ഞാല് ഭക്ഷണത്തിന് വേണ്ടി കരയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിന് വേണ്ടി കരയുന്നു, അമ്മയെ കാണാൻ വേണ്ടി കരയുന്നു എന്നിങ്ങനെയുള്ള ഉത്തരം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ സംസ്കൃതത്തിലേക്ക് മാറ്റുമ്പോൾ ഭോജനായ രോദിതി, മാതരം ദ്രഷ്ടും രോദിതി, ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടുക. ഇവ ദ്വിതീയ വിഭക്തി അല്ല. അതുകൊണ്ട് ഈ ഋത് ധാതു അകർമ്മക ധാതുവാണ്. ഇങ്ങനെ ക്രിയയോട് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം ദ്വിതീയ വിഭക്തിയിൽ കിട്ടുമെങ്കിൽ അവ സകർമ്മകങ്ങളും, കിട്ടില്ല എങ്കിൽ അകർമ്മകങ്ങളുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശിശുഹു രോദിതി, ശിശു കരയുന്നു അല്ലെ.
എന്തിനെ കരയുന്നു? ഉത്തരം ഞാൻ പറഞ്ഞു അല്ലേ? പക്ഷെ അതൊന്നും നമുക്ക് എന്താ പറയുക, സകർമ്മകങ്ങളായിട്ട് നമുക്ക്, അതായത് ദ്വിതീയ വിഭക്തികളായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ശിശുഹു രോദിതി എന്ന കർത്തരി പ്രയോഗത്തിന്റെ ഭാവേ പ്രയോഗം, കർത്തൃപദത്തിന് നമ്മൾ തൃതീയ കൊടുത്തു. ശിശുന രോദിതി എന്നതിനെ രുദ്യതേ എന്ന ഭാവേ പ്രയോഗത്തിന്റെ നിയമമെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ രുദ്യതേ എന്നത് പ്രഥമ പുരുഷ ഏകവചനത്തിന്റെ ക്രിയാപദമാണ്. ഭാവേ പ്രയോഗത്തിൽ പ്രഥമ പുരുഷന്റെ ഏകവചന ക്രിയാപദം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കർത്തൃപദം എപ്പോഴും തൃതീയ വിഭക്തിയിലും. ഓക്കെ, അതുപോലെ ബാലകഃ ഉപവിശതി, ബാലകേന ഉപവിശ്യതേ, ബാലകൻ ഇരിക്കുന്നു അല്ലെ? എന്തിന് ഇരിക്കുന്നു? ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പാദവേദന ഉള്ളത് കൊണ്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ ക്ഷീണമുള്ളത് കൊണ്ട് ഇരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഉത്തരങ്ങളാണ്. ഇവയൊന്നും ദ്വിതീയ വിഭക്തികൾ അല്ല. ഓക്കെ, അതുകൊണ്ട് ഉപവിശ്യതേ എന്ന ക്രിയാപദം അകർമ്മക ക്രിയാപദമാണ്. ബാലകഃ ഉപവിശതി എന്നതിന്റെ ഭാവേ പ്രയോഗം ബാലകേന ഉപവിശ്യതേ. അതുപോലെ ഗജഃ തിഷ്ഠതി, ഗജേന സ്ഥീയതേ, ആനയാൽ നിൽക്കപ്പെടുന്നു. പുഷ്പം വികസതി, പുഷ്പേണ വികസ്യത്തെ, പുഷ്പം വിരിയുന്നു അല്ലെ? എന്തിനു വിരിയുന്നു? അത് പുഷ്പത്തിന് മാത്രമേ അറിയുള്ളൂ അല്ലെ? കാരണം നമ്മൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടില്ല. എന്തിനാണ് പൂവ് വിരിയുന്നത്? ഉത്തരം നമുക്കില്ല. അതുകൊണ്ട് ഈ വികസതി എന്നതും അകർമ്മക ക്രിയാപദമാണ്. അങ്ങനെ അകർമ്മക ക്രിയാപദങ്ങൾ വരുമ്പോൾ അവ ഭാവേ പ്രയോഗത്തിലാണ് ഉപയോഗിക്കുക. കർത്തരിയിലുമുണ്ട്, ഭാവേയിലും ഉണ്ട്. ഓക്കെ, കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം, ഭാവേ പ്രയോഗം ഉദാഹരണ സഹിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ ഉദാഹരണങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ.